നമസ്കാരം. 10 വർഷം അധികാരത്തോടൊപ്പം സഞ്ചരിച്ചപ്പോഴും 10 വർഷം അധികാര പ്രമത്തതയോട് പൊരുതിയപ്പോഴും ഭരണഘടനാപരമായ പദവികൾ ഒന്നും സ്വീകരിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന രാഹുൽ ഗാന്ധി തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി വലിയ ശക്തിയോടെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. 18ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് സുപ്രധാനങ്ങളായ ഒരു കൂട്ടം ചുമതലകളും ഉത്തരവാദിത്വങ്ങളുമാണ്. ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവിയോടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി അരങ്ങേറ്റം കുറിച്ചത് സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ അഭിനന്ദന പ്രസംഗത്തിലെ ആലോചനാമൃതമായ വാക്കുകളിലൂടെയാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ ബ്രാൻഡ് ചെയ്ത വെളുത്ത ടീഷർട്ടിനു പകരം പരിഭാഗത്തിന്റെ പ്രതിച്ഛായ നൽകി വെളുത്ത കുർത്തയിൽ പാർലമെന്റിൽ പ്രത്യക്ഷപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയിലും ഏറ്റെടുത്ത ചുമതലയുടെ ഗൗരവം പ്രതിഫലിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിച്ചത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ റോൾ എന്തായിരിക്കും? സർക്കാരിന്റെ നയങ്ങളെ ഫലപ്രദമായി ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ധർമ്മങ്ങളിലൊന്ന്. പാർലമെന്റിനോടും പൊതുജനങ്ങളോടും സർക്കാരിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും സർക്കാർ നിർദ്ദേശങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ ബദൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പങ്ക് വാസ്തവത്തിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സഭാ നടപടികളിൽ സുഗമമായ പ്രവർത്തനം സാധ്യമാക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിന്റെ സജീവമായ സഹകരണം ഗവൺമെന്റിന് വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ മറുപുറമാണ്. തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയോ നിലവിലെ സർക്കാർ രാജിവെക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ട ആൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഷാഡോ ക്യാബിനറ്റ് ഉള്ള ഒരു നിഴൽ പ്രധാനമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ്. അതിനാൽ പ്രതിപക്ഷ നേതാവ് തന്റെ വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കണമെന്നും ദേശീയ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അത്ര തന്നെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും പാർലമെന്ററി പ്രവർത്തനം സംബന്ധിച്ച രേഖ നിഷ്കർഷിക്കുന്നു. സർക്കാർ ഒരു സുപ്രധാന വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പാർലമെന്ററി വിമർശനം ഒഴിവാക്കാനും ശ്രമിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവിന് തോന്നിയാൽ ഈ വിഷയത്തിൽ ഒരു സംവാദം ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് ന്യായമായും കഴിയും. പാർലമെന്റ് അംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നേടിയ ഈ അവകാശമാവും സഭയ്ക്കകത്ത് നരേന്ദ്രമോദിക്ക് വലിയ തലവേദനയാവുക. രാജ്യം ചർച്ച ചെയ്യേണ്ട സുപ്രധാന വിഷയങ്ങളിൽ പോലും പാർലമെന്റിനെ അവഗണിക്കുകയും ഒരു സംവാദ സാധ്യത പോലും നിരാകരിക്കുകയും മാധ്യമങ്ങളെ പോലും അകറ്റി നിർത്തുകയും ചെയ്ത് തനിക്ക് പറയാനുള്ളത് പറയാൻ മൻ കി ബാത്ത് റേഡിയോ സ്റ്റുഡിയോയിൽ മാത്രം ഇരുന്ന് ശീലമുള്ള മോദിക്ക് ഇനി തന്റെ ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നത് വളരെ പ്രധാനമാണ്. സുപ്രധാന നയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിനോട് കൂടിയാലോചിക്കേണ്ട സാഹചര്യം ഉരുത്തിരിയും. വിദേശബന്ധം, പ്രതിരോധ നയം തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിക്ക് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവുമായി കൂടിയാലോചിക്കേണ്ടി വരും. ഗുരുതരമായ ദേശീയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സാധാരണയായി രാജ്യത്തിന്റെ ഐക്യത്തിന് അടിവരയിടുന്ന തരത്തിൽ സർക്കാർ നയവുമായി പരസ്യമായി സ്വയം പെരുമാറേണ്ടതുണ്ടെന്നും ആധികാരിക രേഖ വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് വിദേശത്തായിരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് രേഖ ആവശ്യപ്പെടുന്നത്. രേഖയനുസരിച്ച് പ്രതിപക്ഷ നേതാവ് സഭയുടെ ഫ്ലോറിലും പുറത്തും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചേക്കാം. എന്നാൽ വിദേശത്തായിരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കണം എന്നാണ്. സഭയിലെ ന്യൂനപക്ഷത്തിന്റെ ഔദ്യോഗിക വക്താവാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് പറയപ്പെടുന്നത്. നീതി ആവശ്യപ്പെടുകയും അവരുടെ അവകാശങ്ങളിൽ എന്തെങ്കിലും കടന്നുകയറ്റം ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ CBI ഡയറക്ടർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ചീഫ് വിജിലൻസ് കമ്മീഷണർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുടെ ഉത്തരവാദിത്വമുള്ള കമ്മിറ്റികളുടെ ഭാഗമാകാൻ ഇനി രാഹുൽ ഗാന്ധി എത്തും. പബ്ലിക് അക്കൗണ്ട്സ്, പബ്ലിക് അണ്ടർടേക്കിംഗ്സ്, എസ്റ്റിമേറ്റ്സ്, നിരവധി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ തുടങ്ങിയ സുപ്രധാന കമ്മിറ്റികളിലും പ്രതിപക്ഷ നേതാവ് അംഗമാണ്. ലോക്സഭയിലെ മുൻനിരയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിപ്പിടം മാത്രമല്ല എല്ലാ ഔദ്യോഗിക ക്രമീകരണങ്ങളുമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള പാർലമെന്റ് ഹൗസിലെ ഒരു മുറി പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായി അനുവദിക്കും. ചുരുക്കി പറഞ്ഞാൽ തന്റെ കരിയറിലെ നിർണായകമായ ഒരു ചുമതലയാണ് രാഹുൽ ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളെയും വിശ്വാസം നിലനിർത്തി അവരെ ഒപ്പം ചേർത്തുപിടിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ പ്രതിധ്വനിപ്പിക്കാൻ ഫലപ്രദമായി നേതൃത്വം നൽകാനും രാഹുൽ ഗാന്ധിക്ക് നിയോഗം കൈവന്നിരിക്കുകയാണ്. പ്രതിപക്ഷം ഇപ്പോൾ ദുർബലമായ
അവഗണനാർഹമായ അംഗസംഖ്യയുള്ള പ്രതിപക്ഷമല്ല. മോദിയുടെ അഹങ്കാരക്കൊമ്പൊടിച്ച കരുത്തുറ്റ നിരയുണ്ട് പ്രതിപക്ഷ നിരയിൽ. അവരെ മുഴുവൻ അണിനിരത്തി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ ഉറച്ച് ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു യഥാർത്ഥ ജനനായകനായി രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യ ഭൂമികയിൽ പുതുചരിത്രം തീർക്കുമെന്നുറപ്പ്.